അതുകൊണ്ട് തന്നെ ആ മിസ്കാരേജ് ഉണ്ടായി. അതിന്റെ പിറ്റേ മാസം തന്നെ അടുത്ത പോസിറ്റീവ് കണ്ടപ്പോ ആ ഞെട്ടലിന്റെ ഒരു ലക്ഷം കുറവുണ്ടായിരുന്നു. അപ്പൊ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും അവൻ ഞങ്ങളുടെ 6ാമത്തെ കുട്ടി ഡേവിഡ് അവനും കൂടി കഴിഞ്ഞപ്പോ ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ മനസ്സുകൊണ്ട് ഇതായിരിക്കും അവസാനത്തെ, ഇനിയിപ്പോ നമുക്ക് ഉണ്ടാവില്ലായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങള് അവനെ ഇങ്ങനെ കൊഞ്ചിച്ചും ലാളിച്ചും ഒക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ വളരെ, എല്ലാ പിള്ളേരുടെയും ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഇവന്റെ ഞങ്ങളിങ്ങനെ ആഘോഷിച്ച് അവന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ പിറ്റേ ദിവസമാണ് അറിയത് ഞങ്ങളുടെ 7ാമത്തെ പ്രഗ്നൻസി കൺഫേം ചെയ്ത് തന്നത്. അപ്പോ ഞങ്ങള് അതിങ്ങനെ കൺഫേം ചെയ്ത് വീണ്ടും ഞെട്ടലായിരുന്നു. പക്ഷെ ആ ഞെട്ടലൊക്കെ മാറി. പിന്നെ ആ കൊച്ചിന്റെ ഡെലിവറി നടക്കുന്നത് കൊറോണ സമയത്തായിരുന്നു. അപ്പൊ ഞങ്ങള് അമ്മേനെ സൗദിയിലേക്ക് കൊണ്ടുപോകണം ഡെലിവറിയുടെ സമയത്ത് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ 6 മക്കളും 7ാമത്തെ ഒരു കൊച്ചും നിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല, സ്കൂളിൽ വിടണം, കടയിൽ പോകണം, ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് ചേട്ടൻ ഇങ്ങനെ തീർത്ത് പറഞ്ഞ് നമ്മള് അമ്മേനെ കൊണ്ടുവരും എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് കൊറോണ വന്ന് അമ്മയ്ക്കും തന്നെയല്ല ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്ക് ഒരു വീട്ടിലേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നു. പക്ഷെ ആ സമയത്ത് ദൈവം ഞങ്ങൾ നടത്തിയ ഒരു വഴി, ആ ഡെലിവറി ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയ പല വിധത്തിലുള്ള സപ്പോർട്ട്, ഭക്ഷണം കൊണ്ടുതരാനായിട്ട് അല്ലെങ്കിൽ മക്കളെ നോക്കാനായിട്ടും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ, ആ ഒരു സപ്പോർട്ട്, ദൈവത്തിന്റെ ഒരു കരുതലും ഞങ്ങൾ ശരിക്കും അറിഞ്ഞത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഒരു വൈഫിൽ നിന്ന് ഹൗ ഡിഡ് യു ചേഞ്ച് ടു എ റെസ്പോൺസിബിൾ പാരന്റ്? ഒരു വൈഫിൽ നിന്ന് ഒരു മദർ ആവാന്ന് പറയുന്നത് ഇറ്റ് വാസ് നെവർ ആൻ ഓവർനൈറ്റ് പ്രോസസ്. ഒരു കുഞ്ഞ് ജനിച്ചു അപ്പൊ തന്നെ ഞാൻ പുതിയൊരു വ്യക്തി, അങ്ങനെയല്ല. ഞങ്ങൾ തമ്മില് ഇഷ്ടംപോലെ വർഷങ്ങളുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോ ഇപ്പൊ കൊച്ച് രാത്രി എണീക്കുകയാണെങ്കിൽ ഞാൻ പറയും ചേട്ടാ കൊച്ചു കരയിടും, ചേട്ടന്മാര് ഡയപ്പർ മാറ്റും, ഞാൻ പറയും ഞാനത് കഴിയുന്ന മാറ്റേ നീ അങ്ങനത്തെ ഒരു തരം എന്താ പറയാ, നമ്മൾ രണ്ടുപേരും ഈക്വൽ ആവണം എന്നുള്ളൊരു ഭയങ്കര വാശിയും അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് വന്നപ്പോ അങ്ങനെയല്ല. ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കിയൊരു കാര്യം, എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, അതായത് ഈ ചെയ്യുന്നതൊക്കെ ആരും കാണാതെ പോകുന്നതാണ്, അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്കുള്ള മരുന്നും വചനത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളോടൊക്കെ അവസാനം ചോദിക്കാൻ പോകുന്നത് 6 ചോദ്യങ്ങളാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തോ, ദാഹിക്കുന്നവനെ കുടിക്കാൻ കൊടുത്തോ, നഗ്നനെ ഒടിപ്പിച്ചോ. ആ 6 ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരു അമ്മ എന്നുള്ളൊരു നിലയ്ക്ക് എന്നും എനിക്ക് നൽകാൻ സാധിക്കും.